ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു ഏഷ്യസ് കിച്ചൺ. ഇന്നൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബ്രെഡും പഴവും കൊണ്ട് ഉള്ളൊരു നല്ലൊരു സ്നാക്ക്. നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പഴം പൊരിക്കുകയോ അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുകയോ അങ്ങനെയൊക്കെയുള്ള റെസിപ്പീസൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഇത് രണ്ടും കൂടിയുള്ളൊരു കോമ്പിനേഷൻ സ്നാക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ബ്രെഡും പഴവും കൊണ്ടുള്ളൊരു നല്ലൊരു സ്നാക്ക്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. പിന്നെ അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് പഴം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തയ്ക്ക ചേർത്ത് കൊടുക്കുക. ഒരു പഴം ഞാൻ എടുത്തിട്ടുള്ളൂ, വലിയ പഴം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നെയ്യിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. നിങ്ങൾ കിഡ്സിനാണെങ്കിൽ നെയ്യോ ബട്ടറോ ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത് നെയ്യാണ്. ഒരു 2 ടീസ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് പഴമൊക്കെ നന്നായിട്ട് വഴറ്റി ഒരു ഉടഞ്ഞ രീതിയിലാവണം. എന്നാലേ ഇത് ബ്രെഡിൻ്റെ അകത്ത് നമ്മൾ സ്റ്റഫ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഴം വഴറ്റുമ്പോൾ സ്റ്റിക്കി ആവുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണിത് പാനിൽ ഒട്ടിപ്പിടിക്കുന്നത്. ഇപ്പോൾ പഴം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്, നല്ല കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ രീതിയിലാവണം. അപ്പോൾ നമുക്ക് ഇനി ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കാൻ മെയിനായിട്ട് വേണ്ടത് ബ്രെഡിൻ്റെ സ്ലൈസസ് ആണ്. ഒരു 7 or 8 ബ്രെഡിൻ്റെ സ്ലൈസസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം വഴറ്റിയതാണിത്. ഒരു നേന്ത്രപ്പഴം പഴുത്തത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വഴറ്റിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. അത് നമ്മൾ കോഴിമുട്ടേൻ്റെ മിക്സ്ചർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും പിന്നെ 1 ടേബിൾ സ്പൂണ് പാലും ചേർത്തിട്ട് നമ്മൾ സാധാരണ ബ്രെഡ് ടോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് പോലെ എഗ്ഗിൻ്റെ മിക്സ്ചർ റെഡിയാക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് സിനമൺ പൗഡർ, കറാമ്പട്ടൻ്റെ പൊടി, പഞ്ചസാരയും കറാമ്പട്ടൻ്റെ പൊടിയും കൂടി സ്പ്രിങ്കിൾ ചെയ്യാനുണ്ട്. അത് കുട്ടികൾക്ക് ചിലർക്ക് ഇഷ്ടമാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കോഴിമുട്ടേൻ്റെ മിക്സ്ചർ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഴിമുട്ടയും പാലും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ബ്രെഡ് ടോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ എഗ് മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. പിന്നെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ബ്രെഡ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല സ്ക്വയർ ഷേപ്പിലുള്ളതോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളതോ ആയിട്ടുള്ള ബ്രെഡ് സെലക്ട് ചെയ്യുക. കാരണം നമ്മളിപ്പം ബ്രെഡിൻ്റെ ഈ സൈഡ്സൊക്കെ ഒഴിവാക്കുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഒരുപാട് ഒഴിവാക്കേണ്ടി വരുന്നുണ്ട്. അത് ഒരു നല്ല ഷേപ്പ് അല്ലാത്തത് കൊണ്ട്. ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് ഒരുപാട് ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ ഒഴിവാക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സൈഡ്സൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇനി ഓരോ ബ്രെഡ് എടുത്തിട്ട് ഇതൊരു ഈ റോളിംഗ് പിന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അല്ലെങ്കിൽ ഈ പത്തിരി പ്രസ് ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ സൈഡ്സൊക്കെ ഇതുപോലെ ആയതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എഗ് മിക്സ്ചറിൽ ഡിപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് അതൊക്കെ റെഡിയായി കിട്ടും. ലാസ്റ്റായിട്ട് വരുമ്പോൾ റെഡിയായി കിട്ടും. അപ്പോൾ ഇതുപോലെ ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കുക ഓരോ ബ്രെഡും. അപ്പോൾ ഫ്ലാറ്റൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഫ്ലാറ്റൻ ചെയ്തിട്ടുള്ള ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം വഴറ്റിയത് ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും നിറയ്ക്കരുത്,
കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഈ കോഴിമുട്ടൻ്റെ മിക്സ്ചർ കൊണ്ട് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് റോൾ ചെയ്യുക. റോൾ ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് റോൾ ചെയ്യുക. ഇപ്പോൾ നന്നായിട്ടൊന്ന് നമ്മൾ സൈഡൊക്കെ സീൽ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഈ കോഴിമുട്ടൻ്റെ മിക്സ്ചറിൽ. ചെറിയ ചെറിയ ഓപ്പണിംഗ് ഒക്കെ വരുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ഫൈനലായിട്ട് കോഴിമുട്ടൻ്റെ മിക്സ്ചറിൽ ഡിപ്പ് ചെയ്തിട്ടാണ് അത് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. നെയ്യ് മെൽട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ബ്രെഡ് നമ്മൾ സ്റ്റഫ് ചെയ്തതും എടുത്തിട്ട് ഈ കോഴിമുട്ടൻ്റെ മിക്സ്ചറിൽ ഡിപ്പ് ചെയ്ത ശേഷം നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഈ പാനിലിട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. എല്ലാ സൈഡ്സും ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബ്രെഡ് എടുക്കുക, കോഴിമുട്ടൻ്റെ മിക്സ്ചറിൽ ഡിപ്പ് ചെയ്യുക. നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ എന്തെങ്കിലും സീലിംഗ് എന്തെങ്കിലും ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നന്നായിട്ട് ഡിപ്പ് ചെയ്യാൻ പറയുന്നത്. എന്നിട്ടിത് പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഓരോന്നായിട്ട് എടുത്തിട്ട് എഗ് മിക്സ്ചറിൽ മുക്കിയിട്ട് പാനിലേക്ക് ടോസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ചെയ്യുന്നത് പോലെ ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാൻ. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ബ്രെഡ് ആയതുകൊണ്ട് വേഗം അത് റെഡിയായി കിട്ടും. പിന്നെ അതുപോലെ തന്നെ എല്ലാ സൈഡ്സും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മളിത് എഗ്ഗിൻ്റെ മിക്സ്ചറിൽ നമ്മൾ ഡിപ്പ് ചെയ്തതുകൊണ്ട് ആ കോഴിമുട്ടയുടെ മിക്സ്ചർ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ സൈഡും ഒന്ന് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ബനാന ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി എല്ലാതും ഇതുപോലെ നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബനാന ബ്രെഡ് ടോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇത് നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ ചെയ്യാൻ, പക്ഷെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. സൈഡ്സും എൻഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇത് ബ്രെഡ് അങ്ങനെ ആകുമ്പോൾ ബ്രെഡാണെന്ന് നമുക്ക് തോന്നില്ല, എന്തെങ്കിലും റോള് ചെയ്ത മാതിരി തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. പിന്നെ ഈ റെസിപ്പിയിൽ നേന്ത്രപ്പഴം അഥവാ നമ്മളുടെ കയ്യിൽ ഇല്ല എന്നാണെങ്കിൽ അതിന് പകരം തേങ്ങ ഗ്രേറ്റ് ചെയ്തത്, പഞ്ചസാര, കുറച്ച് ഏലക്കപ്പൊടി കൂടിയിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് സോഫ്റ്റായ ശേഷം നമുക്ക് ഇത് പഴത്തിന് പകരം സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. അതും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും അതും. അപ്പോൾ നമ്മളുടെ സ്നാക്ക് നല്ല റോളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് കറുവാമ്പട്ടേൻ്റെ പൊടിയും ചേർത്തിട്ട് ഞാനൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സ്നാക്ക്. അത് നിർബന്ധമില്ല. പിന്നെ ഈ കറുവാമ്പട്ടേൻ്റെ പൊടി ഇഷ്ടമില്ലാത്തവർ ഇത് ചെയ്യാതിരിക്കുക. കാരണം ചിലർക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഈ പഞ്ചസാര ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ മുകളിലേക്ക്. പിന്നെ അതുപോലെ കൊച്ചു കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് ബോക്സ് കൂടിയാണിത്. അവർക്ക് വളരെ ഇൻട്രസ്റ്റ് ആവും ഇത് കഴിക്കാൻ. കാരണം നല്ലൊരു റോള് പോലെയാണ്. പിന്നെ അതുപോലെ ഇതിൽ സ്റ്റഫ് ചെയ്തിട്ടുള്ളത് ബനാനയാണ്. അവരുടെ ഫേവറേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ സ്നാക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചേർക്കാനും മറക്കരുതേ. പിന്നെ അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്